മതത്തിന്റെ പേരിലും അഡ്വാൻസായി ബുക്കിംഗ് ചെയ്യുന്നു എന്നതിന്റെ പേരിലും കോടിക്കണക്കിന് രൂപ പാവങ്ങളായ ജനങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തി എന്ന് ആരോപിച്ച് അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിക്ഷേപം നടത്തി വഞ്ചിതരായവർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തട്ടിപ്പിന് ഇരയായ ആളുകൾ ഒത്തുകൂടിയ സെക്രട്ടേറിയറ്റ് മാർച്ച് മുൻ MP A. സമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പഴവങ്ങാടിയിലെ അൽ മുക്താഹിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിന് മുന്നിൽ നിന്നും സെക്രട്ടേറിയറ്റ് വരെയായിരുന്നു ജാഥ നടന്നിരുന്നത്. നിക്ഷേപകർ ഓരോരുത്തരും അവരുടെ കഥന ജനചിന്തയോട് വെളിപ്പെടുത്തി. നമ്മൾ എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലുള്ള അൽ മുക്താദിർ ജ്വല്ലറിയിലെ അൽ കബീർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സാണ്. ഏകദേശം ഒരു 100 ചില്ലാനം പേരോളം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 200 കോടിയോളം രൂപയായിട്ടാണ് പുള്ളി പോയേക്കണം. ഇത് നമ്മളിവിടെ വരാൻ കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വർത്തമാന പത്രങ്ങൾ, ആ പത്രത്തിൽ മനോരമ, മാതൃഭൂമി, അങ്ങനെ എല്ലാ മലയാള പത്രങ്ങളിലും രാവിലെ ഫ്രണ്ട് പേജിൽ കാണുന്നത് നമ്മൾ ഈ അൽ മുക്താദിറിൻ്റെ പണിക്കൂലി ഇല്ല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്താണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മളൊരു പാവം വാങ്ങിക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണിക്കൂലി തന്നെ നല്ല ഇത് വരും. ഇവിടെ പണിക്കൂലി ഇല്ല എന്നും പറഞ്ഞിട്ട് മതത്തെ ദുരുപയോഗം ചെയ്ത് അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഓരോ ജ്വല്ലറിയിലും പേര് കൊടുത്ത്, അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയില്ലാത്ത ബാങ്ക് ഓരോ ടൈമിനും ഈ ജ്വല്ലറിയിൽ ബാങ്ക് വിളിക്കും. നമ്മൾ ആ മതത്തെ വിശ്വസിച്ചിട്ട് ആണ് നമ്മളിവിടെ വന്നേക്കുന്നത്, ഈ ജ്വല്ലറിയിൽ വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ജ്വല്ലറിയിലും ജാനുവരി മുതലുള്ള മെച്ചൂറായ ഡേറ്റിൻ്റെ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്, ഇതുവരെയും കൊടുത്തിട്ടില്ല. അതുപോലെ അവിടുത്തെ സ്റ്റാഫിന് പോലും ശമ്പളം കൊടുക്കാണ്ട് നമ്മളെ വഞ്ചിച്ചിട്ടാണ് അയാൾ മുങ്ങിയിരിക്കുന്നത്. നമുക്ക് നിയമ സംവിധാനത്തിലെ വിശ്വാസമുള്ളൂ. നമ്മളെല്ലാവരും FIR ഈ ജ്വല്ലറി ഇരിക്കുന്ന കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഈ ജ്വല്ലറി ഇരിക്കുന്നത്. ആ പരിധിയിൽ നമ്മൾ പല ദൂരത്തുനിന്നും വന്നിട്ടാണ് FIR ഇടുന്നത്. ഓരോ സിംഗിളായിട്ട് FIR ഇടാൻ പറ്റില്ല. ഒരു FIRൽ 9 പേര് വെച്ചിട്ടാണ് ഇടണം. ഇപ്പോൾ ഏകദേശം 7 FIR ആയി. കോടതിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കഷ്ടപ്പെട്ട പൈസയാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തേക്കണം. എനിക്ക് 5 ലക്ഷം രൂപയാണ് 7 പവനാണ് ടോട്ടൽ എല്ലാം കൂടി ഒരു 200 കോടി രൂപയോളം ഉണ്ട്. 100 ചില്ലാനം പേര് ആയിട്ടാണ് അയാൾ മുങ്ങിയേക്കണം. അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്നേക്കണ ഇങ്ങനെ ശുക്കൂർ എന്നാ പേര്, പുള്ളി വള്ളുരുത്തിയിലുള്ള പുള്ളിയുടെ വീട് വിറ്റിട്ടാണ് ഉള്ള പണമാണ് സ്വർണ്ണവും ആയിട്ടാണ് അവിടെ കൊടുത്തേക്കണം. പുള്ളിയുടെ ഡേറ്റ് ആയിട്ടും പുള്ളിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പല ആൾക്കാർക്കും പല ഡേറ്റ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിനി എന്ത് ചെയ്യും? ഇപ്പോൾ ആകെയുള്ളത് സെക്രട്ടേറിയറ്റിൽ ഭരണ സംവിധാനത്തെ വിശ്വാസം. എൻ്റെ വീട്ടിൽ മോളുടെ കല്യാണത്തിന് വെച്ച സ്വർണ്ണമാണ് 9.5 പവൻ. ഞാൻ സൗദിയിൽ നിന്ന് ഉണ്ടാക്കിയ 9.5 പവൻ സ്വർണ്ണമാണ് ഇതിന് കൊണ്ട് വെച്ചത്. ഇവർ 11 മാസം കൊണ്ട് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ്. ഇതുവരെ തന്നിട്ടില്ല. മാസം കഴിഞ്ഞ് വീട് പണയപ്പെടുത്തി മോളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ വലിയൊരു കടത്തിലായിരിക്കണതാണ്. ഇയാളെ കാരണമാണ് ഈ ഇത്രയും കടത്തിൽ കയറിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഈ ജോലി കളഞ്ഞിട്ടാണ് ഇതിന് വന്നേക്കണത്. രാത്രി ഒരു ദിവസം അടപ്പിക്കാതെ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് അവിടെ കിടന്ന്, എന്നിട്ടും പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇപ്പോൾ ഈ ഗതിയിലാക്കി വെച്ചേക്കണാണ്. വീട് വിറ്റിട്ടില്ല, പണയത്തിന് കൊടുത്തേക്കണം. ഇനി വീട് വിൽക്കേണ്ട കണ്ടീഷനായിരിക്കണാണ്. ആ കണ്ടീഷനിലേക്ക് ഇയാളെ ഞങ്ങളെ വരുത്തിയിട്ടുണ്ട്. ദേമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ അവൻ്റെ ഭാര്യയുടെ വസ്തു വിറ്റ് 20 ലക്ഷം രൂപ നിലമേൽ ഫെഡറൽ ബാങ്കിൽ കൊണ്ടിട്ടു. അപ്പോൾ എൻ്റെ ഒരു അടുത്ത ബന്ധു ഇതിലുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞ്, ഞങ്ങളുടെ ബാങ്കിൽ അൽ മുക്താറിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് 2000 രൂപ വെച്ച് 20 ലക്ഷം രൂപയ്ക്ക് 40,000 രൂപ മാസം തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് അൽ മുക്താറിലിട്ടു. രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 3 മാസത്തിലൊരിക്കൽ, അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് പൈസ കിട്ടി. ഇതിൻ്റെ ഇൻട്രസ്റ്റ് പിന്നെ യാതൊരു അനക്കവുമില്ല. ഇപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞു, അതിനുശേഷം ഒരു പൈസയും കിട്ടിയില്ല. കിട്ട ആളാണ് 2 പ്രാവശ്യം, 3 മാസത്തിലൊരിക്കൽ 2 പ്രാവശ്യം എനിക്ക് പൈസ കിട്ടി. പിന്നെ യാതൊരു അനക്കവുമില്ല. അയാൾ പെണ്ണും കെട്ടി താടിയും പൂടയും വളർത്തി തൊപ്പിയും വെച്ച് അള്ളാഹുവിൻ്റെ പേരിട്ട് നെഞ്ചത്ത് കയ്യും വെച്ച് നടക്കുന്ന ഒരു മഹാപറ്റിപ്പുകാരനും അണ്ടിക്കച്ചവടം നടത്തുന്നവനുമാണ്. അണ്ടിക്കച്ചവടം മനസ്സിലായില്ല, അതാണ് ഇപ്പോൾ അയാളുടെ മെയിൻ പരിപാടി. ഏത് രീതിയിലെങ്കിലും ഈ പൈസ നമുക്ക് കിട്ടണം. അതിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞങ്ങൾ. പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ 19 ജ്വല്ലറി ഉദ്ഘാടനം കഴിഞ്ഞു. അന്നേ ദിവസം തന്നെ മൻസൂറും കൂട്ടരും വന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വാങ്ങിച്ചു. കുറച്ച് സ്വർണവും ബാക്കി പൈസയായിട്ടാണ് കൊടുത്തത്.
അപ്പോൾ അവിടുത്തെ മാനേജറും ആരിസും അലിയൊക്കെ ആയിരുന്നു. അവരിപ്പോൾ അവിടെ ഒളിവിലാണ്. അപ്പോൾ മൻസൂർ ഭായിയാണ് നേരിട്ട് ഒപ്പിട്ട് തന്നതും വാങ്ങിച്ചതും കൊടുത്തതൊക്കെ. എൻ്റെ എഗ്രിമെൻറ്റ് ഡീഡും അതിൻ്റെ പേപ്പർ ഇൻവോയ്സൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു പിടിയില്ലാതിരിക്കുകയാണ്. 10-29 പേര് ഞങ്ങളെ ഗ്രൂപ്പിലുണ്ട്. ഏകദേശം ഇപ്പോൾ FIR ഇട്ടവർ 2-3 കോടി രൂപേൻ്റെ മേലുണ്ട്. പക്ഷെ ഒരുപാട് പൈസ എടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ FIR ഇട്ടവർ ഇത്ര പേരാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മീഡിയ ഇടപെട്ട് ഈ പൈസ വാങ്ങിച്ചു തരണം. ഒരുപാട് പേര് പാവപ്പെട്ടവരാണ്, പ്രത്യേകിച്ച് പാലക്കാട്ടുകാർ. കർഷകരും പാവപ്പെട്ടവരിൻ്റെ 5, 10, 15, 20 ലക്ഷമായിട്ട് പറ്റിച്ചതാണ്. അപ്പോൾ ഒരു പരസ്യങ്ങളും മറ്റും കണ്ടിട്ടും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും തൊപ്പിയും കാര്യങ്ങളും അവിടുത്തെ പള്ളികളിലും ഉസ്താദുമാരെയും മറ്റുമൊക്കെ കാണിച്ചിട്ടും ഞങ്ങളവിടെ പോയി പെട്ടുപോയതാണ്. ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞില്ല. മാത്രമല്ല ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്ത് ക്യാൻവാസ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങിച്ചത്. 1, 2, 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കാശ് വാങ്ങിച്ചത്. ആദ്യം ഗോൾഡ്, രണ്ടാമത് പൈസ, മൂന്നാമത് പൈസ. പിന്നെ ഞങ്ങൾ 3 മാസം, 6 മാസം, 9 മാസം, 11 മാസം എഗ്രിമെൻ്റാണ് ഓരോരുത്തർക്ക് കൊടുത്തത്. ആ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് കാശിന് ഗോൾഡിന് പോകുമ്പോൾ അവിടെ ഇല്ല. പിന്നെ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപെട്ട് പോകുമ്പോൾ പോലീസുകാരുടെ നിന്ന് ഇവർ ടൈം വാങ്ങിച്ച് ആ പറഞ്ഞ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ ഇവർ എസ്കേപ്പ് ആകുക ചെയ്തത്. അപ്പോൾ ചോദിക്കുമ്പോൾ തുറക്കും തരും, അങ്ങനെയല്ലാതെ ഇന്ന് വരെ തുറക്കുക തരിക അതിനെക്കുറിച്ച് ഒരു റെസ്പോണ്ടും ചെയ്യുന്നില്ല. നിയമപാലകർ ഇടപെട്ട് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും കൊടുത്ത കാശെങ്കിലും വാങ്ങിച്ചു തരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അന്നത്തെ റേറ്റ് എന്താണോ അത് നിങ്ങൾക്ക് സ്വർണം നിങ്ങൾ ബുക്ക് ചെയ്ത ടൈമിന് ആ സമയം കഴിയുന്ന സമയത്ത് അതേ റേറ്റിന് തരുന്നും അതിൻ്റെ ബെനിഫിറ്റ് 10% തരുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത പൈസ ഓരോരുത്തരായിട്ട് കൊടുത്തത് ഞാനും എൻ്റെ ഒരു ഫാമിലിയായിട്ട് കൊടുത്തത് 30 റുപ്യാണ്, 30 ലക്ഷം രൂപയാണ്. അടുത്ത വിദ്യാവുമാണ്. അതുപോലെ ഞങ്ങൾ കുറച്ച് പേര് പാലക്കാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പെട്ടുപോയതൊക്കെ കൂടി ഞങ്ങൾ FIR ഇട്ടത് ഏകദേശം ഒരു 3 കോടിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതല്ലാതെ FIR ഇടാത്തവരും ഉണ്ട്. അത് ഇപ്പോൾ ഞങ്ങൾ ഇടപെടുന്നില്ല. അപ്പോൾ ഞങ്ങൾ FIR ഇട്ടവർക്ക് ബഹുമാനപ്പെട്ട മീഡിയ ആയാലും പോലീസ് അധികാരിയായാലും ഇടപെട്ട് അതിൻ്റെ എല്ലാ സോഴ്സും ഞങ്ങൾ കൊടുത്തതിൻ്റെ എവിഡൻസും ബാങ്ക് ട്രാൻസ്ഫറും ഒക്കെ ഉണ്ട്. അതെങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരണം എന്നേ പറയാനുള്ളൂ. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ അൽ മുക്തിദാർ ഗ്രൂപ്പ് ഒരു സ്വർണ്ണക്കട ജൂവലറി നടത്തി. അപ്പോൾ അതിനകത്ത് പിന്നെ ഈ ഇവിടുത്തെ കരുനാഗപ്പള്ളിയിൽ ബഹുഭൂരിപക്ഷം പാവപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് അംഗങ്ങളായി പൈസ നിക്ഷേപിക്കാനുണ്ടായ പ്രധാന കാരണം അവിടുത്തെ എല്ലാ പത്രങ്ങളിലൊക്കെ ഈ അൽ മുക്താർ ഗ്രൂപ്പിൻ്റെ പിന്നെ മൻസൂറിൻ്റെ പിന്നെ ഫോട്ടോയും അതുപോലെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്താണ്. VIP ഒക്കെ ചെന്ന് നിന്ന് ആ ഓരോ ജൂവലറി ഉദ്ഘാടനം നടത്തുന്നതൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനകത്ത് പണിക്കൂലിയും പണിക്കുറവും ഇല്ലാതെ ജനങ്ങൾക്ക് സ്വർണം വിവാഹ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കുമെന്ന് അവർ പരസ്യം നൽകുകയും ചെയ്തത്. അതിൽ ആകർഷകരായിട്ട് സാധാരണ ആളുകൾ കൂലിവേല ചെയ്ത് പിന്നെ കുട്ടികളെ വിവാഹം ചെയ്ത് വെച്ചിരിക്കുന്നതും അതുപോലെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന പണവും അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പണങ്ങളും ഒക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നു. അർത്ഥപട്ടിണിക്കാരായ സാധാരണ സഹോദരിമാർ, കൂലിവേല ചെയ്യുന്ന സഹോദരിമാർ, അവരെല്ലാം അവരുടെ ഒരു പെൺകുട്ടി 5 വയസ്സാകുമ്പോൾ മുതൽ അവർ സമ്പാദിക്കാൻ തുടങ്ങും. 10, 15, 20 വർഷമാകുമ്പോഴത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചൊരുക്കൂട്ടി വയ്ക്കുന്ന തുകയായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ ഒരു പണിക്കുറവും പണിക്കൂലിയും ഇല്ലാതെ കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകൾ ഇതിനകത്ത് പോയി പെട്ടത്. അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മതത്തിൻ്റെ പേരും മതത്തിൻ്റെ ചിഹ്നങ്ങളും അതുപോലെയുള്ള മുസ്ലിയാക്കന്മാരും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിക്കൊണ്ട് ഞങ്ങളുടെ വീടുകളിൽ വന്ന് ഇങ്ങനെ നിങ്ങളുടെ പണം ഇതുപോലെ ഞങ്ങൾക്ക് നൽകണം, അത്രാം തീയതി 6 മാസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇത് പിന്നെ പണിക്കുറവും ഒക്കെ ഇല്ലാതായിക്കൊണ്ട് നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് തരാമെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് ആകർഷകരായിക്കൊണ്ട് നിക്ഷേപിക്കാൻ അവസരം തന്നത്. രാവിലെ 11 മണിയോടുകൂടി പഴവങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ സെക്രട്ടേറിയറ്റിന് സമീപം എത്തിച്ചേർന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ കാൽനടയായി സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേർന്നു.
അൽ മുക്താദിർ ജുവലറി ഉടമയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളികളുമായ പ്രവർത്തകർ വന്നത്. വളരെ 1.5 വർഷമായി പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാതെ വളരെയധികം കഷ്ടപ്പെടുന്ന ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് അടിയന്തരമായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉടനെ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആവശ്യങ്ങൾ അടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ യാചക സമരം ഇവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ എനിക്ക് മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ നേതാക്കളും തന്നെ ഈ സമരത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ ക്ഷേമനിധി ഉണ്ടാക്കിയത് തന്നെ RSPയാണ്. തട്ടിപ്പുകള്ളന്മാരെ അറസ്റ്റ് ചെയ്യുക, തട്ടിപ്പുകള്ളന്മാരെ അറസ്റ്റ് ചെയ്യുക. ഈ ഗ്ലോബ് സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. ഈ ഗ്ലോബ് സിന്ദാബാദ്. കള്ള കള്ള മൻസൂറേ, കള്ള കള്ള മൻസൂറേ, കള്ള കള്ള നാസർ ഹാദി, കള്ള കള്ള നാസർ ഹാദി. ഞങ്ങളുടെ സ്വത്തുക്കൾ തിരിച്ചു നൽകുക. ഈ ഗ്ലോബ് സിന്ദാബാദ്, ഈ ഗുലാബ് സിന്ദാബാദ്, ഈ ഗുലാബ് സിന്ദാബാദ്. കള്ളന്മാരെ കൊള്ളക്കാരെ, കള്ളന്മാരെ കൊള്ളക്കാരെ, മൻസൂർ നാസർ ചതിയന്മാരെ, മൻസൂർ നാസർ ചതിയന്മാരെ, കള്ളന്മാരെ കൊള്ളക്കാരെ. പറയൂ പറയൂ കൊള്ളക്കാരെ, എവിടെ പോയി ഞങ്ങളുടെ സ്വർണം? പറയൂ പറയൂ കൊള്ളക്കാരെ, എവിടെ പോയി ഞങ്ങളുടെ സ്വർണം? എവിടെ പോയി ഞങ്ങളുടെ പൈസ? പറയൂ പറയൂ കൊള്ളക്കാരെ, എവിടെ പോയി ഞങ്ങളുടെ സ്വർണം? എവിടെ പോയി ഞങ്ങളുടെ പൈസ എന്ന് വരുന്ന അൽ മുക്താദിർ ഗ്രൂപ്പിൻ്റെതായി വന്നിട്ടുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതാണ്. വല്ലാതെ ഉത്കണ്ഠാജനകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അത് സൃഷ്ടിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും ഈ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ പണം നൽകിയവരും പിന്നെ അതിന് മറ്റു പല ഇങ്ങനെ ഈ സ്വർണ്ണ ഉരുപ്പടി അത് വാങ്ങാൻ കൊടുത്തവർ വാങ്ങി അവിടെ തന്നെ വെച്ച് എങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലോ അല്ലേ ജയഫ്രൂട്ടി? അങ്ങനെ എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ഏർപ്പാട്? ഇതെല്ലാം സ്വാഭാവികമായി സ്വർണത്തിന് വല്ലാതെ വില കയറിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലത്ത് തങ്ങളുടെ കുട്ടികളുടെ വൈവാഹികമായിട്ടുള്ള ചടങ്ങുകൾക്ക് അത് നിക്കാഹിനായാലും കല്യാണത്തിനായാലും ഇന്നുകെട്ടിനായിരുന്നാലും അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ ഒരു തരി പൊന്നു കൊടുക്കുക എന്നുള്ളത് രക്ഷകർത്താക്കളുടെ ഒരു ആഗ്രഹവും അതൊരു മോഹം എന്നുള്ളതല്ല, അവരുടെ ഒരു ആഗ്രഹം, അതൊരു മിതമായ ആഗ്രഹമാണ്. അങ്ങനെയാണ് ഈ വിവിധ ജ്വല്ലറികളിലോ അല്ലെങ്കിൽ സ്വർണ്ണക്കടകളിലോ എല്ലാം അവർ മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള ചില ഓഫറുകളിലും അവരുടെ വാഗ്ദാനങ്ങളിലും വിശ്വാസമാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ അവർ നൽകിയതായിട്ടുള്ള തുക ഇപ്പോൾ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ളവർ തന്നെ നിങ്ങളോട് മറ്റു വിശദാംശങ്ങൾ പറയും. വലിയ തുകകളാണ് അത്തരത്തിൽ പലരിൽ നിന്നും ഈ ഗ്രൂപ്പ് കൈപ്പറ്റിയിട്ടുള്ളതെന്നാണ് അറിയുന്നത്. ചിലരൊക്കെ കടം വാങ്ങിയ പണം കൊണ്ട് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ്. തങ്ങളുടേതായ വീടും പറമ്പുമടക്കം പണയപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അങ്ങനെ വായ്പയായി എടുത്ത തുകയടക്കം ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഈ അൽ മുക്താദിറിൻ്റെതായിട്ടുള്ള അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് അങ്ങനെ സ്വർണം, ആ സ്വർണം അവിടെ നിന്ന് സ്വർണ്ണ ഉരുപ്പടികൾ, സ്വർണ്ണ ആഭരണങ്ങളാണല്ലോ വാസ്തവത്തിൽ നമ്മൾ ഇത്തരം ചടങ്ങുകൾക്ക്, വിവാഹ ചടങ്ങുകൾക്കെല്ലാം അത്തരത്തിൽ കുട്ടികൾക്ക് അണിയിച്ചു കൊടുക്കാറുള്ളത്, സമ്മാനിക്കാറുള്ളത്.
ഇപ്പോൾ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടേതായിട്ടുള്ള തിരിമറികൾ നടന്നതായി, വെട്ടിപ്പ് നടന്നതായിട്ടൊക്കെയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് ഈ മാർച്ച് നടത്തി വന്ന ചില സഹോദരിമാരെല്ലാം പറഞ്ഞത്. ഇവർ ആ മാർച്ച് പഴവങ്ങാടിയിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ ഇവിടെ വന്നതും ഇതിൻ്റെ സംഘാടകർ പറഞ്ഞതുപോലെ ഞാൻ അപ്പുറത്തേക്ക് ഇതിൽ ചില ചങ്ങാതിമാർ ഞങ്ങളോട് വളരെ നടക്കാനൊക്കെ വളരെ പ്രയാസമൊക്കെ ഉള്ള വളരെ പ്രായമേറിയ പലരും ഇതിനകത്തുണ്ട്. അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ. അതെ, ഞാൻ ഈ ചില അസുഖക്കാർ നിങ്ങളോടൊപ്പം ഉള്ളവർ, നിങ്ങൾ പലരുടെയും പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഇവരും ഞാനും എല്ലാം ഭക്ഷണം കഴിക്കുക എന്നത്, നിങ്ങൾ ഭക്ഷണത്തിന് പകരം മരുന്നാണല്ലോ പല ആളുകളും കഴിക്കുന്നത്, ഭക്ഷണം കുറച്ചല്ലേ കഴിക്കാറുള്ളൂ. ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് നടന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം, സമഗ്രമായ അന്വേഷണം അത് നടത്തുകയും ഈ തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള ആളുകളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളടക്കം നിയമാനുസരണം കണ്ടുകെട്ടുകയും നമ്മുടെ നാട്ടുകാരും ഈ വിധത്തിൽ ഈ സ്ഥാപനത്തിൽ വിശ്വസിച്ച്, നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പലരുടെയും ബന്ധുക്കൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരുണ്ട്, അവരുമെല്ലാം ഇവിടെ ഇങ്ങനെ പണം നൽകിയവരുണ്ടാവും. അവർക്ക് തിരിച്ചത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു കടയാണ്. ഞങ്ങൾ ഈ തിരുവനന്തപുരത്തുകാർ, ഇവർ മാധ്യമപ്രവർത്തകരും ഞാനുമല്ല ഈ തിരുവനന്തപുരത്തുകാർ, നിങ്ങളൊക്കെ വളരെ ദൂരെ നിന്ന് വന്നവരാണ്. നമ്മൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ പിന്നെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ മിക്കവാറും ഒക്കെ അങ്ങനെ ഈ ജാഥയും പ്രകടനവും ഒക്കെ അത് എല്ലായ്പ്പോഴും ഉള്ളത് കൊണ്ടും ഞങ്ങളൊക്കെ ഈ പണ്ട് തൊട്ടേ ഇങ്ങനെ ഇതിന്റെ നടയിലൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് ഇവരൊക്കെ ഈ പണിയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് നടന്നു പോകുമ്പോൾ അങ്ങനെ അവിടെ ഈ ഒരു കെട്ടിടവും ആ സ്ഥാപനമൊക്കെ ഇങ്ങനെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. വളരെ ദൂരെ നിന്നടക്കം ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവിടെ വരികയും അവിടെ അതിങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഇത് അടയ്ക്കുകയാണ്. പിന്നെ അവിടെ ഒരു തിരക്കില്ല, ഒരു തള്ളില്ല, ആളുകൾ അവിടെ ഇല്ല, അവിടുത്തെ തൊഴിലാളികളെ കാണാനില്ല, ആ സ്ഥാപനം പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. പിന്നീടാണ് ഇത് സംബന്ധിച്ച് നമ്മുടെ പല സുഹൃത്തുക്കളും അറിയിക്കുന്നത് ഇതിനകത്ത് ഒരു വല്ലാത്ത വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് തട്ടിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഇതെല്ലാം ഒരു വ്യക്തി മാത്രമായി കേന്ദ്രീകരിച്ചല്ലാതെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? പല സംഭവങ്ങളും നമ്മൾ കരുനാഗപ്പള്ളിയില്ലേ, ചിലതിൻ്റെ എല്ലാം ഉത്ഭവ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് എന്ന് ഇങ്ങനെ ഈ ചില ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പറയുന്ന അവരുടെ ഗ്രൂപ്പിൻ്റെ ഇതെല്ലാം അങ്ങനെ അവിടെ നിന്നൊക്കെയാണ് തുടങ്ങിയെന്ന് തോന്നുന്നത്. എനിക്ക് അവരെ അറിയാവുന്നതല്ല, അവരുടെ ഈ ഗ്രൂപ്പിനെ എനിക്ക് അറിയാവുന്നതല്ല. എന്തായാലും പറഞ്ഞു കേട്ടതാണ്. നിങ്ങൾ പലരും പറഞ്ഞത് തന്നെ ഞാൻ അറിഞ്ഞതായിട്ടുള്ള വിവരം മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ നാടിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ഇത്തരത്തിൽ ചില സ്ഥാപനങ്ങൾ ലോകത്തെവിടെ പോയിരുന്നാലും കേരളീയർക്കുള്ള ഒരു അഭിമാനമുണ്ട്. കാരണം ഈ മലയാളികൾ ഒരിടത്തും പോയി യാചിക്കാറില്ല. നമ്മുടെയൊക്കെ മുന്നിലേക്ക് ചിലപ്പോൾ ഈ ട്രാഫിക് ഏജന്റിന്റെ മുന്നിലേക്ക് ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഈ പലരും വന്ന് നമ്മുടെ മുന്നിലേക്ക് വന്ന് യാചിക്കുന്നത്, ഭിക്ഷ യാചിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കൊച്ചുകുട്ടികളെ മാറാപ്പിലിട്ടുകൊണ്ടെല്ലാം വരുന്നതും അത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും കാണാറുണ്ട്. ഇവിടെ ഈ ട്രാഫിക് ലൈറ്റ് പച്ചയ്ക്ക് പകരം ചുവപ്പായിരിക്കണമേ എന്നായിരിക്കും അവരുടെ മനസ്സിലുള്ള പ്രാർത്ഥന. കാരണം അപ്പോഴാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വന്നൊന്ന് യാചിക്കാൻ കഴിയുക. കേരളീയർ അങ്ങനെ ഒരിടത്തും പോയി യാചിക്കാനായി ഭിക്ഷ തണ്ടാനായി പോകാറില്ല. ഇന്ത്യക്ക് അകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തായിരുന്നാലും അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത് അവർ ആത്മാർത്ഥമായി പണിയെടുക്കാനാണ്, സത്യസന്ധമായി പണിയെടുക്കാനാണ്, ആ നാടുമായി ഇഴുകിച്ചേരാനാണ്, അവരുടെ കുട്ടികൾ അവിടെ പഠിക്കാനാണ്. അവർ ആ നാട്ടുകാരോട് അത്രമാത്രം സത്യസന്ധമായി ആത്മാർത്ഥതയോടെ അവരുടെ സഹോദരന്മാരായി പെരുമാറുന്നവരാണ്. ഞാൻ അധികം നേരമൊന്നും എടുക്കുന്നില്ല. നമ്മൾ പല ആളുകളും ഗൾഫ് രാജ്യങ്ങളിൽ പലരും പോയിട്ടുള്ളവരാണ്. നമ്മൾ അവിടെ പോയാൽ ആ നാട്ടിലെ പൗരന്മാർ പറയാറുള്ള കാര്യം, ഇന്ത്യക്കാരെ അവർ കേരളീയരെ സംബന്ധിച്ച് പറയാറുള്ളത്, കേരളീയരായിട്ടുള്ള ആരെങ്കിലും അത്തരത്തിലുണ്ട് എങ്കിൽ അവരുടെ വീട്ടിലെ അത്രമാത്രം അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നിലയിലേക്കുള്ള തൊഴിലുകളിലേക്ക്, പണിയിടങ്ങളിലേക്കെല്ലാം അത് മലയാളികളെയാണ്, കേരളീയരെയാണ് നിയമിക്കുക. കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അത്തരത്തിൽ അവർക്ക് ആ ജോലി കൊടുക്കാൻ, ആ പണി കൊടുക്കാൻ വിദേശീയരടക്കം അത്രമാത്രം തയ്യാറാകുന്നത് കേരളീയരുടേതായ ഒരു മഹത്വമാണ്. ആ മഹത്വം എന്നത് ഇന്നും ഇന്നലെയുമായി നേടിയെടുത്തതല്ല. നമ്മുടെ പ്രപിതാമഹന്മാരുടെ കാലം മുതലേ അത്തരം ഒരു കാര്യത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുമെന്നുള്ളത്.
കേരളീയർ അത്തരം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായി അങ്ങേയറ്റം പോവുക എന്നുള്ളത്, തങ്ങൾ ആരെയും സംരക്ഷിക്കുമെന്നുള്ളത്, ആ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുമെന്നുള്ളത്, അത് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയാൽ, വെട്ടിപ്പ് നടത്തിയാൽ, ഇതെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം കുനിഞ്ഞ ശിരസ്സുമായി നിൽക്കേണ്ടി വരും. ഇത് നല്ല സന്ദേശമല്ല അത്തരത്തിലുള്ളവർ നൽകുന്നത്. നമ്മുടെ നാട്ടിലെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുണ്ട്. തലമുറകളായി അത്തരത്തിൽ നടത്തി വരുന്ന എത്രയോ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. പുതുതായി അല്ലാതെ തന്നെ, പുതിയ സ്റ്റാർട്ടപ്പുകളല്ലാതെയും പുതുതായി ആരംഭിച്ചൊന്നല്ലാതെ തന്നെ ആ പുതുതായി ആരംഭിച്ചിട്ടുള്ള ചെറുപ്പക്കാരുടെ സ്ഥാപനങ്ങൾ, ആ യുവതിയുവാക്കൾ അത്തരത്തിൽ ആരംഭിച്ചിട്ടുള്ളവർക്ക് മാതൃകയായിരിക്കേണ്ടത് അത്തരത്തിലുള്ള മുതിർന്ന പൗരന്മാരും അവരുടെ മുൻഗാമികളുമെല്ലാം ആരംഭിച്ച വ്യവസായ വാണിജ്യ ആ ശൃംഖലകളാണ്. ഇവിടെ ഇത്തരത്തിലൊരു സ്ഥാപനം ഈ അൽ മുക്താദിർ ഇവര് ഈ പറയുന്നതായിട്ടുള്ള സ്വർണ്ണ മേഖലയിൽ, ജ്വല്ലറി മേഖലയിൽ നിങ്ങൾ സ്ത്രീകൾക്കായിരിക്കും നന്നായിട്ട് ഇങ്ങനെ ഈ പഴയ സ്വർണം വാങ്ങിക്കും അല്ലേ ചേച്ചി? എങ്ങനെയാണത്? ആ ശരി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വേണ്ടി സ്വരൂപിച്ചു വെച്ചത്. അപ്പം പണിക്കൂലിയും പണിക്കുറവും ഇല്ലാതെ തന്നെ തരുമെന്നുള്ള ഒരു സാധാരണക്കാരും പട്ടിണി കുടുംബങ്ങളും അവർ നിക്ഷേപിച്ചു. കാരണം മറ്റേ സ്വർണ്ണ ജ്വല്ലറികൾക്ക് ഇല്ലാതെ തരുമ്പോൾ അത് ആശ്വാസം. അപ്പൊ ഇത് തന്നെ സ്വർണ്ണമാണ് ചെയ്തപ്പോൾ അത് അതെ. ഇതിന്റെ മറ്റൊരു ഈ ഇതിന് ഇരകളായ ഇന്ന് ഇതിൻ്റെതായിട്ടുള്ള ഈ ഒരു വൈഷമ്യം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയട്ടെ. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇക്കാര്യത്തിൽ ഇതൊരു ജാതി, മത, വർണ്ണവർഗ, ലിംഗഭാഷാ വ്യത്യാസമൊന്നും ഈ കാര്യത്തിലൊന്നും നമ്മൾ ആരും കാണുന്നില്ല. കേരളത്തിൻ്റെതായ ഖ്യാതിക്ക് അപഭ്രംശമുണ്ടാക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ ആയിരക്കണക്കിന് വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവരടക്കം അത്തരത്തിൽ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നല്ല സന്ദേശമല്ല നൽകുക എന്നത്. ഇവിടെ വാണിജ്യ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയും ഇവിടെ ഇത്തരത്തിൽ സത്യസന്ധമായി ജനങ്ങൾക്കിടയിൽ അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കടക്കം നാണക്കേടുണ്ടാക്കുന്ന നിലയിലേക്കല്ല. ഇതെല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവർ പറയട്ടെ. ഇത്തരം കാര്യങ്ങൾ, ഇതിന് സമഗ്രമായ അന്വേഷണവും ഇക്കാര്യത്തിൽ ഇതിന്റെ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെടലും അവരുടേതായിട്ടുള്ള സ്വത്തുകളുടെ കണ്ടുകെട്ടലും, അത് കണ്ടുകെട്ടി അത്തരം കാര്യങ്ങൾ ഇവിടെ ഇതിന് ഇരയായിട്ടുള്ളവർക്ക് ഇത് അവരുടേതായിട്ടുള്ള സമ്പാദ്യങ്ങളാണ്, അത് അവർക്ക് തിരിച്ചു കിട്ടുന്നതിനാവശ്യമായ നടപടികളും വേണമെന്നുള്ളതാണ് ഇന്ന് ഈ മാർച്ചിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ. ഔപചാരികമായി ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ആയിട്ടുള്ള ഈ ഇതെന്താ നമ്മുടെ ഭരണ അതെ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇവിടെ ഗതാഗത തടസ്സം കൂടാതെ ാണ്. അപ്പൊ ഇത് ഈ നമ്മളൊരു ഗതാഗത തടസ്സമൊന്നും ഉണ്ടാക്കാതെ ഇത് സമാധാനപരമായി ഈ പരിപാടി നിങ്ങൾ ആദ്യന്തം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ ഉദ്ഘാടന വർത്തമാനം നിർത്തുന്നു. നന്ദി. എന്റെ മുന്നിലുള്ള മാധ്യമപ്രവർത്തകരെ, കൃത്യമായി ഒരു 2.5-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ മുക്താദർ ജ്വല്ലറി എന്ന പേരുമായി രംഗത്ത് വന്ന ഈ മൻസൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ സാമ്പത്തിക തട്ടിപ്പുകളും അതിന്റെ മുൻകാല ചരിത്രങ്ങളുമെല്ലാം വളരെ കൃത്യമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ, പൊതുമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ച ഒരാളാണ് ഞാൻ. അന്നത്തെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ അതിന്റെ അടിയിൽ ഇന്ന് ഇരയാക്കപ്പെട്ട മനുഷ്യരിൽ അധികം ആളുകളും തെറിവിളിക്കുകയും ആക്ഷേപിക്കുകയും അത്തരം വാചകങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരനീതി നടക്കുമ്പോൾ ആ അനീതിക്കിരയാകുന്ന മനുഷ്യർ, ആ അനീതിക്കിരയാകുന്ന മനുഷ്യരുടെ സമയത്ത് നമ്മൾ നിശബ്ദമായാൽ
ആ നിശബ്ദത വേട്ടക്കാരനെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലൊരു ധർണ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ആദ്യമായി വന്ന് സംസാരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാ തട്ടിപ്പുകളും ഭൂമിയിലാണ് നടക്കുന്നതെങ്കിൽ ഈ അൽമുക്താദറിന്റെ മുതലാളിയും സംഘവും നടത്തിയ ഈ തട്ടിപ്പ് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലേക്കും ഇതിന്റെ വാതിൽ തുറക്കുന്ന രീതിയിലാണ് ഇതിനെ പ്ലാൻ ചെയ്തത്. വളരെ ആസൂത്രിതമായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ, ഉടയതമ്പുരാന്റെ 99 നാമങ്ങൾ പ്രചരിപ്പിക്കാനായി നാട്ടുകാരുടെ കാശ് വാങ്ങിച്ച് പുട്ടടിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ മോഷ്ടിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്നത് കേവലം കച്ചവടത്തിനും ലാഭത്തിനും മാത്രമല്ല, പുള്ളി പടച്ചതമ്പുരാന്റെ പേര് ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി 99 നാമങ്ങളിൽ നടന്ന് പെട്ടിക്കട തുറക്കുന്നത് പോലെ തെക്ക് വടക്ക് കടകൾ തുറന്ന് ഈ പാവങ്ങളായ മനുഷ്യരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്ഥിതി. ഈ പറ്റിക്കപ്പെട്ടതിൽ 2 തരം ആളുകളുണ്ട്. ഒന്നിത് മനഃപൂർവ്വം വളർത്താൻ വേണ്ടി ഒത്തിരി ഉള്ളതിനോട് കൂടി നൽകിയവരുണ്ട്. രണ്ടാമതായി പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ, ക്യാൻസറിന് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന രോഗികൾ, ഇത്തരത്തിൽ മക്കളെ കെട്ടിക്കാൻ അടക്കമുള്ള നിർധനരായ ഒരുപാട് മനുഷ്യരുടെ സമ്പത്ത്, അതിന്റെ വിതരണം തന്നെ വളരെ രസകരമാണ്. എന്നെ കേൾക്കുന്ന മാധ്യമപ്രവർത്തകർ, ഒരുപക്ഷെ യൂട്യൂബ് ചാനലുകളൊക്കെ പുറത്തുവിടുന്നെങ്കിൽ വിടട്ടെ, ഈ സംഭവം ഉണ്ടായി ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും കേരളത്തിലെ പൊതുമുഖ്യധാരയിലുള്ള മാധ്യമങ്ങൾ ആരും ഇതിനെ ഗൗരവമായി എടുക്കാത്തത് കേവലം ഒരു കവർ പേജിനും അല്ലെങ്കിൽ നൽകിയ പരസ്യത്തിനും വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ്. ഇത് യഥാർത്ഥത്തിൽ കുറെ മനുഷ്യരെ കൊന്നിട്ട് എല്ലാവരുടെ ഭക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഒരു തരം സാമൂഹിക അഴിമതി എന്ന് പറയാവുന്ന രീതിയിലാണ്. ഒരു ഇരയെ കിട്ടുന്നു, ആ ഇരയെ മോഹിപ്പിക്കുന്നു, എന്നിട്ട് അതിന്റെ ബ്രോക്കർ ആവുന്നു. ഈ ബ്രോക്കറായി വാങ്ങുന്ന ആൾക്ക് കമ്മീഷൻ, നോക്കി നിൽക്കുന്ന ആളിന് കമ്മീഷൻ, ഓട്ടോയിൽ ആ സ്വർണ്ണക്കടയിലേക്ക് കൊണ്ടുപോകുന്ന ആളിന് കമ്മീഷൻ, അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് ജോലി എന്ന് വേണ്ട, ഇത് കിട്ടിയവരെല്ലാം ഭക്ഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി മുൻകാലങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മൻസൂർ വളരെ ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പായിരുന്നു ഇതെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ഇപ്പൊ മൻസൂറിന്റെ പുറകിൽ ഓടുക. മൻസൂർ വേറൊരു സ്ഥലത്താണ്. പക്ഷേ മൻസൂറിനെ ഈ ഇരകളെ കൊണ്ട് എത്തിച്ച ഒരുപാട് ഫ്രോഡുകൾ ഈ നാട്ടിലുണ്ട്. അവരെ എന്തുകൊണ്ടാണ് നിയമം ഉന്നം വെക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരതിന്റെ കമ്മീഷൻ എടുത്ത് അതിന്റെ കാശ് വാങ്ങി മുട്ടൻ വീട് വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വസ്തു വാങ്ങിച്ച് വളരെ വിടർന്ന് വിലസി ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളുമായി ഈ നാടുകളെ മൊത്തം നടന്നു. എന്ന് മാത്രമല്ല, എന്റെ ഓർമ്മയിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിന്റെ ദേവാലയങ്ങൾ ഇത്തരമൊരു കാര്യത്തിന് ഇടയാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിലൊരുപാട് ആളുകൾ വിശ്വസിച്ചു. അന്നൊക്കെ നമ്മളിത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ നാലാം എല്ലാവരും കൂടെ നടത്തി കളഞ്ഞേനെ. ഞങ്ങൾക്ക് ലാഭം കിട്ടാൻ പോകുമ്പോൾ തടയാൻ വരുന്നോ എന്നാണ് ചോദിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും നടക്കുന്ന ഒരു വ്യവസായമായിരുന്നില്ല. ഇത് പൂർണ്ണമായും തട്ടിപ്പ് നിറഞ്ഞ ഒരു സംഗതിയാണ്. ഭൂമിയിലും ആകാശത്തും സ്വർഗത്തിലും വരെ തട്ടിപ്പ് നടത്തുന്ന രീതിയിലാണ് മൻസൂർ നടത്തിയിട്ടുള്ളത്. മൻസൂറിന് ഒരുപാട് പ്രോക്സി ഏജന്റുമാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ബ്രോക്കർമാരായിരുന്നു. ഇവരെല്ലാം ഇതിന്റെ ലാഭമടിച്ചു. ഏതൊരു വ്യവസായത്തിലും നമുക്കറിയാം, ആ വ്യവസായത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആനുപാതികം ഒന്നും കണക്കിലെടുക്കാതെ കൂടുതൽ ഇരകളെ ആകർഷിക്കുന്നതിന് വേണ്ടി വാരിക്കോരി ലാഭം നൽകി. ആ ലാഭത്തിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു. അതിൽ നിരപരാധികളും. ഇപ്പൊ എന്റെ നാടായ കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെ ഉദ്ദേശം എന്തെങ്കിലും ഒരു 500 കോടി രൂപയെങ്കിലും ഇദ്ദേഹം കടത്തിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ പേരിൽ കടത്തിയിട്ടുണ്ട്. അതിൽ എത്ര മൻസൂറിന്റെ കയ്യിൽ കിട്ടി, എത്ര വാങ്ങിച്ചവരുടെ കയ്യിലുണ്ട്, എത്ര ബ്രോക്കർമാരുടെ കയ്യിലുണ്ടെന്നുള്ള കണക്ക് വേറെ എടുക്കേണ്ടതുണ്ട്. ഞാൻ കേട്ടൊരു കാര്യം അല്പ അഭിമാനം തോന്നിയത്, ലോകം മുഴുവൻ പറ്റിക്കാൻ വന്ന മൻസൂറിനെ കരുനാഗപ്പള്ളിയിൽ ഏമാര് പറ്റിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം വാങ്ങിച്ചത് മൊത്തം പുള്ളിയുടെ കയ്യിൽ കൊടുത്തില്ലെന്ന അഷ്റഫും ഒക്കെ പറയുന്നു. പകുതി അവരുടെ കയ്യിൽ വെച്ച് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ വളരെ വ്യാപകമായ തട്ടിപ്പുകളാണ് ഇതിൽ നടന്നിട്ടുള്ളത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ പോരാ. മാധ്യമങ്ങൾ തുറന്നു കാട്ടണം, മാധ്യമങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കണം. ഇത്തരം തട്ടിപ്പുകാരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മറ്റൊരു പേരിൽ വരും. ഈ മൻസൂറിന്റെ 3ാമത്തെ തട്ടിപ്പാണിത്. ഈ 3ാമത്തെ തട്ടിപ്പിലും നിശബ്ദത പാലിക്കുന്ന മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണാണെന്ന് അവകാശപ്പെടുന്നത് കേവലം കവർ പേജിന് കിട്ടുന്ന പരസ്യങ്ങളിൽ നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തെയും ജനാധിപത്യത്തിന്റെയും ഇരകളുടെയും ശബ്ദത്തെ അമർച്ച ചെയ്തു കളയരുത്. പുറം ലോകത്തെ ഇത് അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇത് അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏതായാലും
ഇത്തരമൊരു സംഗതിയിൽ വളരെ ഗൗരവമായ അന്വേഷണം നടക്കണമെന്ന് മാത്രമല്ല, ഇവന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ച ആളുകളുടെ രജിസ്റ്റർ ആഫീസുകളിലെ വസ്തുവിന്റെ ക്രയവിക്രയ എടുക്കണം. പലരും വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. ആ വസ്തു വാങ്ങിച്ചത് ഈ അപകടം കണ്ട് മറിച്ച് മാറ്റി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കണക്കുകൾ സഹിതം എടുത്ത് ഇത് പരിശോധിച്ചാൽ ഈ ഇരകളായ മനുഷ്യർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിനൊരു മാർഗമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലായതുകൊണ്ട് ഒത്തിരി നേരം ഞാൻ സംസാരിക്കുന്നില്ല. ഇതിനെത്തിയ മനുഷ്യരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കുന്നു. ഇതൊരു ഗുണപാഠമായിരിക്കണം ഇനിയും തട്ടിക്കാൻ പല പേരുകളിൽ എത്തുന്നവർക്ക്. ഏതായാലും ഇക്കാര്യത്തിൽ ഇയാളെ പിന്തുടരാനും ഇയാളുടെ സ്ഥാവര വസ്തുക്കൾ കണ്ടുകെട്ടി അതിന് മൻസൂറിനെന്നാ പറയുന്നത്, ഇതിന്റെ ബ്രോക്കർമാർക്കേ ഉള്ളൂ. അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ട് ഈ പാവങ്ങൾക്ക് നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലാക്കി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വളരെ ആവേശകരമായ രീതിയിൽ ഈ വിഷയം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട അനിൽ മുഹമ്മദ് സാറിനും ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ സമ്പത്ത് സാറിനും ഈ കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ദീർഘമായ രീതിയിൽ സംസാരം നടത്തി നിങ്ങളെ മുഷിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പറ്റിയ ഒരു സന്ദർഭമല്ല. പ്രിയപ്പെട്ട ദുഃഖിതരെ, നമ്മുടെ ഈ മാർച്ച് നമുക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ആരംഭമാണ്. നമ്മൾ തുടർന്ന് ഈ മാർച്ച് കൊണ്ട് കാര്യങ്ങൾ ആരംഭിക്കുന്നേ ഉള്ളൂ, അവസാനിക്കുന്നില്ല. ഇവിടെ എനിക്ക് നമ്മളിപ്പോൾ നടന്ന് ക്ഷീണിച്ച് വന്ന് നിൽക്കുന്നവരാണ്. പ്രഗത്ഭമതികളായ 2 പേര് നമ്മളെ അഡ്രസ്സ് ചെയ്തു. കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് അവർക്കും തോന്നിയിട്ടുണ്ട്, നേതാക്കന്മാർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ വഞ്ചിക്കപ്പെട്ട മൊത്തം ആളുകളും ഒന്നിച്ചു നിന്നാൽ, നമ്മൾ പല രാഷ്ട്രീയ വിശ്വാസമുള്ളവരാണ്, പല മതക്കാരാണ്, പല ഭാഗത്തുള്ളവരാണ്. ഇന്ന് തന്നെ ഇവിടെ കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ ഉള്ള ആളുകളുടെ ദുഃഖിതരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി ഒന്നിച്ചു നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണമുണ്ടാകും. എവിടെയെല്ലാം നമ്മുടെ പൈസ കൊണ്ടുവച്ചിട്ടുണ്ടോ അവിടങ്ങളിലേക്ക് നമ്മൾ പോകും. ആ പോകുന്നതിന് നമുക്ക് ഐക്യം വേണം. ഇതിനകത്ത് വിഘടനം വേണ്ട. എല്ലാ ആളുകളും രാഷ്ട്രീയ ഭേദമില്ലാതെ, എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സഹായത്തോടെ, പ്രാദേശിക ഭേദമില്ലാതെ മൊത്തം കേരളത്തിലെ ജനതയുടെ മുമ്പ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഒരു തുടക്കമാണ്. ഇതിൽ വളരെ ക്ലേശിച്ച് വളരെ ദൂരെ നിന്നെല്ലാം ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എല്ലാ മാധ്യമപ്രവർത്തകർക്കും, നമ്മളെ ഒഴിവാക്കിയ മാധ്യമപ്രവർത്തകർക്കും ഒരു പക്ഷേ അവർക്ക് അവരുടേതായ കാരണങ്ങൾ കാണാം ഒഴിവാക്കുന്നതിന്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ പിന്തുണ അപേക്ഷിക്കുകയാണ്. കാരണം ഇതിനൊരു പൊതു സ്വഭാവം കൂടെ ഉണ്ട്. കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധി സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പക്ഷേ ഒരു അവസാനത്തെ സംഭവമായിരിക്കുക. പൈസ നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കാലമാണ് ഇവിടെ സമ്പത്ത് എക്സാംപി പറഞ്ഞതുപോലെ. അതുകൊണ്ട് പൈസ നിക്ഷേപിക്കാൻ ഒരു പ്രത്യേക മനസ്സ് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷമായിട്ട് ഉണ്ടായി വന്നിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതേസമയം നിക്ഷേപിക്കുന്ന പൈസയ്ക്ക് സുരക്ഷിതം ഏർപ്പെടുത്തുന്നതിനുള്ള നിയമനിർമ്മാണം കൂടെ ആവശ്യമുണ്ട് എന്ന് കഴിഞ്ഞ ധാരാളം സംഭവങ്ങളും മൻസൂറിൻ്റെ ഈ സംഭവങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ആ സമൂഹത്തെ ഇത് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് നമ്മൾ ഈ ധർണ, ഈ മാർച്ച് ഇന്നിവിടെ നടത്തിയത്. ഇവിടെ വളരെ ക്ലേശിച്ച് എത്തിച്ചേർന്ന എല്ലാ നഷ്ടപ്പെട്ടവർക്കും, എല്ലാ ദുഃഖിതർക്കും ഇതിലേക്ക് നന്ദി, ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്.